അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹമാരെ തഹ്വാർ, നമ്മുടെ ആഘോഷം. അപ്പോൾ ഹിന്ദുസ്ഥാൻ, നമ്മുടെ ഇന്ത്യയിലെ വ്യത്യസ്ത മതങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്ന ആ ഒരു സുന്ദരമായ നിമിഷം, വ്യത്യസ്തങ്ങളായ രീതികളും സമ്പ്രദായങ്ങളും സമാധാനവും ശാന്തിയും ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉള്ള ഒരു രാജ്യം. ആ ഒരു രാജ്യത്ത് നടക്കുന്ന വ്യത്യസ്തങ്ങളായ മതങ്ങളുടെ വ്യത്യസ്തങ്ങളായ കൾച്ചറുകൾ കൂടിക്കലരുന്ന ഒരു രാജ്യം. അപ്പോൾ ഇവിടെ ഓണമുണ്ട്, പെരുന്നാളുകളുണ്ട്, മറ്റു ഒരുപാട് ഉത്സവങ്ങളുണ്ട്. ആ ഉത്സവങ്ങൾ ഉസ് ദിൻ ലോഗ് നിഫ്രത് और नाराजगी को भुला कर रंग खेलते और आपस में गुले मिलते हैं. ഈ ഒരു ദിവസം ജനങ്ങൾ വെറുപ്പ് മറന്നുകൊണ്ട്, വിദ്വേഷം മറന്നുകൊണ്ട് റംഗ് കേൽത്തെ ഓർ ആപ്പസ് മേ ഗുലേ മിൽത്തെ ഹൈ, അവരെ വർണ്ണങ്ങൾ കൊണ്ട് കളിക്കുന്നു, അവർ പരസ്പരം ആലിംഗനം ചെയ്യുന്നു. ഗുലേ മിൽത്തെ ഹൈ എന്ന് പറഞ്ഞാൽ ആലിംഗനം ചെയ്യുക. അപ്പോൾ പരസ്പര സാഹോദര്യം, ബ്രദർഹുഡ് എന്ന് പറയുന്ന സാഹോദര്യം നിലനിർത്താൻ അവർ വല്ലാതെ പരിശ്രമിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്, ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, ഉത്സവ വേളകൾ. दिवाली हिंदुओं का सबसे बड़ा त्यौहार है. यह त्यौहार कार्तिक के महीने में यानी अक्टूबर नवंबर में पूरे मुल्क में निहायत धूमधाम से मनाया जाता है. ദിവാലി എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ഒരു ആഘോഷമാണ്, ഫെസ്റ്റിവൽ ആണ്. യേ त्यौहार कार्तिक के महीने में यानी अक्टूबर नवंबर में पूरे मुल्क में निहायत धूमधाम से मनाया जाता है. ഈ ഒരു ഉത്സവം കാർത്തിക മഹീനയിൽ എന്ന് പറഞ്ഞാൽ, മാസത്തിൽ എന്ന് പറഞ്ഞാൽ ഒക്ടോബർ നവംബർ കാലങ്ങളിൽ രാജ്യത്തുടനീളം വളരെ ശബ്ദ കോലാഹലങ്ങളോടുകൂടെ, വളരെ ഉത്സവ പ്രതീതിയോടുകൂടെ തന്നെ ആഘോഷിക്കപ്പെടുന്നു. യേ ഖുശ്ഹാലി റോഷ്നി ഓർ മസറത്തോ കാ त्यौहार है. ഈ ഒരു ആഘോഷം ദീപാവലി എന്ന് പറയുന്നത് സാഹോദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും പ്രസന്നതയുടെയും ഒരു ആഘോഷമാണ്, ഫെസ്റ്റിവലാണ്. ഖുശാലി പറഞ്ഞാൽ അതെ, ഒരു ക്ഷേമം, ഐശ്വര്യം എന്നൊക്കെ പറയാം. റോഷ്നി പറഞ്ഞാൽ വെളിച്ചം, മസറത്തോ എന്ന് പറയുമ്പോൾ സന്തോഷങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടിച്ചേരുന്ന ഒരു ആഘോഷമാണ്. खुशहाली की देवी लक्ष्मी का इस्तेकबाल करने के लिए लोग दिवाली से पहले घरों को साफ करते और सजाते हैं. ഇത് ഹിന്ദു വിശ്വാസമാണ്, നമ്മളെ വിശ്വാസമല്ല. അത് ആദ്യം പറയാണ്, ഇത് നമ്മുടെ വിശ്വാസമല്ല. എന്നാലും അവരുടെ വിശ്വാസം നമ്മൾ മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. നമ്മളത് വലിയ സംഭവമായി കാണേണ്ട ആവശ്യമൊന്നുമില്ല. പഠിപ്പിക്കപ്പെടേണ്ട ഭാഗങ്ങൾ, ഇത് അർത്ഥങ്ങൾ പഠിക്കാൻ വേണ്ടിയും ആണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്ന് മാത്രം. ഇതൊന്നും നമ്മുടെ വിശ്വാസമല്ല എന്ന് നമ്മൾ മനസ്സിലേക്ക് ആദ്യം വരുത്തണം പഠിക്കുമ്പോൾ തന്നെ. ഓക്കെ. അപ്പോൾ ഖുശാലിക്ക് ദേവി, സന്തോഷത്തിൻ്റെ ദേവിയായ ലക്ഷ്മിയുടെ ആ ഒരു ഇസ്തിഖ്ബാൽ, അവരുടെ മുന്നിടൽ, ഇസ്തിഖ്ബാൽ കർണ കലിയെ അത് മുന്നിടാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ദീപാവലിയുടെ മുമ്പ് തന്നെ വീടുകളൊക്കെ ശുദ്ധീകരിക്കുന്നു. ഗറോങ്കോ സോഫ് കർത്തെ പറഞ്ഞാൽ വീടുകളെ സോഫ് കർത്തെ, വൃത്തിയാക്കുന്നു. ഓർ സജാത്തെ ഹൈ, അലങ്കരിക്കുന്നു. ഓർ സജാത്തെ ഹൈ, അവർ അലങ്കരിക്കുന്നു. കഹാ ജാത്താ ഹെ, പറയപ്പെടുന്നു കെ ദീവാലി കാ त्यौहार പഹ്ലി ബാർ ഉസ് വക്ത് മനായ ഗയാ. പറയപ്പെടുന്നത് ദീപാവലിയുടെ ആഘോഷം, ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ആ ഒരു പ്രാവശ്യമാണ് ആദ്യം ആഘോഷിക്കപ്പെട്ടത്. ഏതാണ് ആ സമയം? ജബ് രാംചന്ദർ ജി ലങ്ക കെ രാജ രാവൺ കോ ഹറാക്കർ അപ്പിനി രാജധാനി അയോധ്യ മേ ദാഖിൽ ഹുയേ തെ. രാംചന്ദർ, ലങ്കയുടെ രാജാവായ രാംചന്ദ്രർ തൻ്റെ രാവണനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തൻ്റെ രാജധാനി അയോധ്യയിൽ പ്രവേശിച്ചു. തലസ്ഥാന നഗരിയായ അയോധ്യയിൽ പ്രവേശിച്ചു. രാംചന്ദർ ജി ആരെ പരാജയപ്പെടുത്തിയിട്ട്? ലങ്കയുടെ രാജാവായ രാവണനെ പരാജയപ്പെടുത്തിയിട്ട് അയോധ്യയിൽ പ്രവേശിച്ചു എന്നുള്ളതാണ് ആ ഒരു സമയം. അങ്ങനെയാണ് ഈ ഒരു ആഘോഷം വരുന്നത്, കടന്നു വരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. മനസ്സിലായല്ലോ. शहर के सभी लोगों ने चिराग जलाकर अपने राजा का इस्तिकबाल किया था. അവിടെ നാട്ടിലുള്ള എല്ലാ ആളുകളും
വിളക്കുകൾ പ്രകാശിപ്പിച്ച് വിളക്കുകൾ കത്തിച്ച് തങ്ങളുടെ രാജാവിനെ സ്വീകരിച്ചു. അവർ ഇസ്തിഖ്ബാൽ കിയാത്ത സ്വീകരിച്ചിരുന്നു അവർ. മനസ്സിലായോ? അന്നുള്ള അവിടെയുള്ള ആളുകളൊക്കെ വിളക്കുകളൊക്കെ കത്തിച്ച് രാജാവിനെ സ്വീകരിച്ചു. ये त्यौहार बदी पर नेकी की फतह की खुशी में मनाया जाता है. ഈ ഒരു ആഘോഷം ആഘോഷിക്കുന്നത് അനീതിയുടെ മേലിൽ അധർമ്മത്തിനെതിരെ സത്യത്തിന്റെ വിജയം സന്തോഷത്തോടുകൂടെ ആഘോഷിക്കപ്പെടുന്ന ധന്യ നിമിഷമാണ്. മനസ്സിലായോ? ഏ തെഹ്വാർ, ഈ ഒരു ആഘോഷം എന്ന് പറയുന്നത് ബദീപ്പർ മോശത്തരത്തിനെതിരെ, മോശത്തരത്തിന്റെ മേൽ അല്ലെങ്കിൽ അനീതിയുടെ മേൽ നേക്കി കി ഫതഹ് കി ഖുശീമേ, നന്മയുടെ വിജയം ആഘോഷിക്കുന്ന, നന്മയുടെ വിജയത്തിന്റെ മേലിൽ സന്തോഷിക്കുന്ന ആ ഒരു വിഷയത്തിലാണ് മനായ ജാത്ത ഹെ ആഘോഷിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അനീതി പാഠവിഭാടനം ചെയ്തുകൊണ്ട് അവിടെ സത്യം ഉണ്ടാക്കുന്ന, സത്യത്തെ പ്രഘോഷണം ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. ആജ് ബി ലോഗ് ഘറോं और बाजारों में बिजली के बल्ब रंग बिरंगी मोमबत्तियां और मिट्टी के चिराग जलाकर रोशनी करते हैं और खुशी मनाते हैं. ഇന്നും ജനങ്ങൾ വീടുകളും അതുപോലെ ബാജാർമേ അങ്ങാടികളിലും ബിജ്ലി കെ ബൾബ്, കറണ്ടിനുള്ള ബൾബ്, അതുപോലെ റംഗ് ബിറങ്കി മോംബത്തിയാം, വർണ്ണ വൈവിധ്യങ്ങളെ കൊണ്ട് ഉള്ള ഒരുപാട് മോംബത്തിയ എന്ന് പറഞ്ഞാൽ അറിയോ? മോംബത്തിയ എന്ന് അറിയില്ലേ? കറണ്ടൊക്കെ പോയാൽ ചെറുക്കന്മാരെ നമ്മള് മെഴുകുതിരികൾ കത്തിക്കൂലേ? ഈ മോംബത്തിയ എന്ന് പറഞ്ഞാൽ മെഴുകുതിരികൾക്കാ പറയാം. അപ്പൊ വ്യത്യസ്ത വർണ്ണങ്ങളുള്ള മെഴുകുതിരികൾ ഉണ്ടാകും അവിടെ. അവിടെ കറണ്ടിന്റെ ബൾബ് ഉണ്ടാകും. ഓർ മിട്ടിക്ക് ചിറാഗ് ജലാക്കർ, മണ്ണിനാലുള്ള മൺവിളക്കുകളൊക്കെ കത്തിച്ച് പ്രകാശിപ്പിച്ചുകൊണ്ട് റോഷ്നി കർത്തേ ഹൈ, പ്രകാശിപ്പിച്ചുകൊണ്ട് കത്തിച്ച് പ്രകാശിപ്പിക്കുന്നു. ജലാക്കർ കത്തിച്ച്, റോഷ്നി കർത്തേ ഹൈ പ്രകാശിപ്പിക്കുന്നു. ഓർ ഖുഷി മനാത്തേ ഹൈ, അവർ സന്തോഷത്തോടു കൂടെ അത് ആഘോഷിക്കുന്നു. സബ്സെ സിയാദ ഖുഷി ബച്ചോ കെ ഹോത്തി ഹൈ, ഏറ്റവും കൂടുതലുള്ള സന്തോഷം അവിടെ കുട്ടികൾക്കാണ് ഉണ്ടാവുക. വോ നയേ നയേ കപ്പടേ പഹൻതേ ഹൈ, അവർ നല്ല നല്ല പുതിയ ഡ്രസ്സുകൾ, ന്യൂ ക്ലോത്ത്സ് അവർ ധരിക്കുന്നു. തൊറാ തൊറാക്കെ പട്ടാഹൈ പുൽച്ചടിയാം ഓർ അനാർ ചോർത്തേ ഹൈ, വ്യത്യസ്ത രീതിയിലുള്ള പടക്കങ്ങളും പൂത്തിരികളും അവർ കത്തിക്കുന്നു. വ്യത്യസ്ത വ്യത്യസ്ത കോലങ്ങളിലുള്ള, നിറങ്ങളിലുള്ള, രൂപങ്ങളിലുള്ള, ആകൃതിയിലുള്ള, വലിപ്പത്തിലുള്ള ഒരുപാട് പടക്കങ്ങളും പൂത്തിരികളും അവരെ കത്തിക്കുന്നു. ചിറാओं की जलमलाती रोशनी और आतिशबाजी के ये मिले जुले पुरकैफ नज़ारे देखने के काबिल होते हैं. അപ്പോൾ വിളക്കുകളുടെ മിന്നിത്തിളങ്ങുന്ന പ്രകാശങ്ങൾ, പ്രഭകൾ, അതുപോലെ വെടിക്കെട്ടുകൾ, ഇതൊക്കെ സന്തോഷം നിറഞ്ഞ ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ്, ചന്തമാണ്, സൗരഭ്യമാണ്, നോക്കാൻ ഹടാതാകർഷിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇതൊക്കെ. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവരെയും സന്തോഷത്തിലാഴ്ത്തുന്ന, സന്തോഷത്തിൽ വീഴ്ത്തുന്ന അല്ലേ ഒരു രംഗം തന്നെയാണ് ഇതൊക്കെ ഈ പറഞ്ഞത്. പിന്നെ ഓണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഓണത്തിൻ്റെ പാട്ടൊക്കെ അല്ലേ? ഓണം ഫൂലോക തെഹ്വാറെ, പുഷ്പങ്ങളുടെ ഫ്ലവേഴ്സ്, ഫെസ്റ്റിവൽ ഓഫ് ഫ്ലവേഴ്സ് ആണ് എന്ത് ഓണം എന്ന് പറയുന്നത്. ഫൂലോं के त्यौहार है. यह जनूबी हिंदुस्तान की रियासत केरला में सावन भादो यानी अगस्त या सितंबर में मनाया जाता है. ഇത് തെക്കൻ ഹിന്ദുസ്ഥാനിൽ, ദക്ഷിണ ഇന്ത്യയുടെ സംസ്ഥാനമായ ദക്ഷിണേന്ത്യയുടെ ഒരു സംസ്ഥാനമായ കേരളത്തിൽ സാവൻ ഭാദോ മഴക്കാലത്തിൽ അഥവാ ആഗസ്റ്റ് സെപ്റ്റംബറിലോ മനായ ജാത്താ ഹേ ആഘോഷിക്കപ്പെടുന്നു. ചിലപ്പോൾ ആഗസ്റ്റ് ആവും, ചിലപ്പോൾ സെപ്റ്റംബർ ആവാം. മനസ്സിലായോ? ഉസ് ദിൻ വഹാ കെ ബാഷിന്ദെ രാജ് മഹാബലി കെ ജമാനെ കെ അമ്നോ സുകൂൻ ഖുശഹാലി और आपसी मोहब्बत को याद करके गीत गाते हैं. ആ ഒരു ദിവസം അവിടുത്തെ ആളുകൾ, ഭാഷ എന്താ പറഞ്ഞാൽ അവിടെ ജീവിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നിവാസികൾ എന്ന് മലയാളത്തിൽ പറയാം. അവിടെയുള്ള നിവാസികൾ. അപ്പോൾ അവിടെയുള്ള ആളുകൾ രാജമഹാബലിയുടെ കാലഘട്ടത്തിലുള്ള ആ സന്തോഷവും ഐക്യവും രഞ്ജിപ്പും
അതുപോലെ ശാന്തിയും സമാധാനവും സാഹോദര്യവും കളിയാടുന്ന, പരസ്പര ബഹുമാനവും പരസ്പര സ്നേഹവും അതൊക്കെ ഓർത്തുകൊണ്ട് അവർ പാട്ടുകൾ പാടുന്നു. മനസ്സിലായോ? അന്നത്തെ ഓർമ്മകൾ. ആ മഹാബലിയാണ് മാവേലിയായത് എന്നാണ് പറയാറുള്ളത്. നമ്മൾ ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ, ആമോദത്താലെ വാസിക്കും കാലം, ആപത്തങ്ങാർക്കുമില്ലാത്ത കാലം. മാവേലി വാണിടുവാൻ, മാവേലി വാണിടും, മനുഷ്യരെല്ലാരും ഒന്നുപോലെ, ആമോദത്താലെ വാസിക്കും കാലം, ആപത്തങ്ങാർക്കുമില്ലാത്ത കാലം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആപത്തങ്ങും ആർക്കും ഇല്ലാത്തൊരു കാലമായിരുന്നു മാവേലി വാണിടും കാലം. മനുഷ്യരൊക്കെ ഒരുപോലെയായിരുന്നു എന്നൊക്കെയുള്ള ഒരു വലിയ ചിന്തകൾ അല്ലേ. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഓർമ്മ പുതുക്കിക്കൊണ്ട്, സാഹോദര്യം വിളമ്പിക്കൊണ്ട്, സാഹോദര്യം കൈമാറിക്കൊണ്ട്, സാഹോദര്യത്തിൽ ഊട്ടുന്ന ആ ഒരു കൾച്ചർ ഇന്നും നിലകൊള്ളട്ടെ എന്നാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിനെ ഷോർട്ട് എഴുതി വരും കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.